നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചിലർ ഒരു മുറിയിലേക്ക് കടന്നുവരുമ്പോൾ ഒന്നും സംസാരിക്കാതെ തന്നെ എല്ലാവരുടെയും ശ്രദ്ധ അവരിലേക്ക് തിരിയുന്നത്? അവർക്ക് ഏറ്റവും മികച്ച രൂപഭംഗിയോ ഏറ്റവും വില കൂടിയ വസ്ത്രങ്ങളോ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ അവരിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്, ഒരു കാന്തം പോലെ മറ്റുള്ളവരെ ആകർഷിക്കുന്ന ഒന്ന്. നമ്മൾ അതിനെ ഓറ അല്ലെങ്കിൽ പ്രഭാവലയം എന്ന് വിളിക്കുന്നു. പലരും കരുതുന്നത് ഇതൊരു ദൈവീകമായ വരമാണെന്നും അല്ലെങ്കിൽ ജന്മനാ ലഭിക്കുന്ന ഒന്നാണെന്നുമാണ്. എന്നാൽ സത്യമതല്ല. ഓറ എന്നത് കേവലം ഒരു ആത്മീയ സങ്കല്പമല്ല, മറിച്ച് 100% സൈക്കോളജിക്കലായ നമുക്കോരോരുത്തർക്കും ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു കഴിവാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മാജിക്കിനെക്കുറിച്ചല്ല, മറിച്ച് ലോകത്തിലെ ഏറ്റവും സ്വാധീനശക്തിയുള്ള വ്യക്തികൾ ഉപയോഗിക്കുന്ന, ആരെയും ആകർഷിക്കാൻ കഴിയുന്ന 10 സൈക്കോളജിക്കൽ ട്രിക്കുകളെക്കുറിച്ചാണ്. ഈ വീഡിയോ അവസാനിക്കുമ്പോഴേക്കും നിങ്ങളുടെ വ്യക്തിത്വം പഴയതുപോലെ ആയിരിക്കില്ല. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഓറ? ലളിതമായി പറഞ്ഞാൽ, നിങ്ങളൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളെക്കുറിച്ച് അനുഭവപ്പെടുന്ന ഫീലിംഗ് ആണത്. നിങ്ങൾ സംസാരിക്കുന്നതിനു മുൻപേ നിങ്ങളുടെ എനർജി സംസാരിച്ചു തുടങ്ങുന്നു. സൈക്കോളജിയിൽ ഇതിനെ കരിസ്മ അഥവാ വ്യക്തിപ്രഭാവം എന്ന് വിളിക്കാം. ഇത് മറ്റുള്ളവരുടെ ഉപബോധ മനസ്സിൽ നിങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ഇമ്പാക്റ്റാണ്. ഇത് ശക്തമാക്കാൻ നമുക്ക് ചില സൂത്രവിദ്യകൾ പഠിക്കേണ്ടതുണ്ട്. തയ്യാറാണോ? നമുക്ക് ഒന്നാമത്തെ ട്രിക്കിലേക്ക് കടക്കാം. സംസാരിച്ചു തുടങ്ങുന്നതിനു മുൻപ് നിങ്ങളെടുക്കുന്ന ആ ചെറിയ ഇടവേള, അതാണ് ഒന്നാമത്തെ ട്രിക്ക്. നമ്മളിൽ ഭൂരിഭാഗം പേരും ഒരാൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉടൻ തന്നെ മറുപടി നൽകാൻ വെമ്പുന്നവരാണ്. പെട്ടെന്നുള്ള മറുപടി ബുദ്ധിയുടെ ലക്ഷണമാണെന്ന് നമ്മൾ കരുതുന്നു. എന്നാൽ പവർഫുള്ളായ ഒരു ഓറയുള്ള വ്യക്തി ഒരിക്കലും ധൃതി പിടിക്കില്ല. ആരെങ്കിലും നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചാൽ മറുപടി പറയുന്നതിനു മുൻപ് 1-2 സെക്കൻഡ് നിശബ്ദമായിരിക്കുക. അവരുടെ കണ്ണുകളിലേക്ക് നോക്കുക. എന്നിട്ട് സാവധാനം മറുപടി പറയുക. ഇത് എന്തിനാണ് വർക്ക് ചെയ്യുന്നത്? നിങ്ങൾ എടുക്കുന്ന ആ ചെറിയ പോസ് നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടെന്നും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് വിലയുണ്ടെന്നും മറ്റുള്ളവരെ തോന്നിപ്പിക്കുന്നു. ഇയാൾ ചിന്തിച്ചാണ് സംസാരിക്കുന്നത് എന്നൊരു തോന്നൽ അവരുടെ മനസ്സിലുണ്ടാക്കാൻ ഇത് സഹായിക്കും. ഈ നിശബ്ദത നിങ്ങളുടെ വാക്കുകൾക്ക് ഭാരം നൽകുന്നു. രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ കൈകളാണ്. നിങ്ങൾ സംസാരിക്കുമ്പോൾ കൈകൾ എവിടെയാണ് വെക്കുന്നത്? പോക്കറ്റിലാണോ? അതോ മാറിൽ കെട്ടി നിൽക്കുകയാണോ? എങ്കിൽ അത് നിർത്തുക. നിങ്ങളുടെ ഓറ ശക്തമാകണമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാണെന്ന് മറ്റുള്ളവർക്ക് തോന്നണം. അതിനുള്ള ഏറ്റവും എളുപ്പവഴിയാണ് ഓപ്പൺ പാം അഥവാ തുറന്ന കൈകൾ കാണിക്കുക എന്നത്. സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കൈപ്പത്തികൾ മറ്റുള്ളവർക്ക് കാണുന്ന രീതിയിൽ ആംഗ്യങ്ങൾ കാണിക്കുക. പുരാതന കാലം മുതൽ മനുഷ്യന്റെ തലച്ചോറ് തുറന്ന കൈകളെ ഭീഷണികളില്ല എന്നതിന്റെ ലക്ഷണമായാണ് കാണുന്നത്. നിങ്ങൾ കൈകൾ തുറന്നു പിടിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളോട് പെട്ടെന്നൊരടുപ്പം തോന്നുന്നു. നിങ്ങൾ സത്യസന്ധനാണ് എന്നൊരു സന്ദേശം അവരുടെ ഉപബോധ മനസ്സിലേക്ക് പോകുന്നു. ഇത് നിങ്ങളുടെ ആകർഷണശക്തി ഇരട്ടിയാക്കും. ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത്. മികച്ച ഓറയുണ്ടാക്കാൻ നമ്മൾ സ്വയം പുകഴ്ത്തി സംസാരിക്കണം എന്നാണ് പലരും കരുതുന്നത്. എന്നാൽ സത്യം നേരെ മറിച്ചാണ്. ഏറ്റവും ആകർഷകമായ വ്യക്തികൾ തങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നവരല്ല, മറിച്ച് മറ്റുള്ളവരെക്കുറിച്ച് സംസാരിക്കുന്നവരാണ്. നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവരെ ഒരു സെലിബ്രിറ്റിയെപ്പോലെ പരിഗണിക്കുക. അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക. അവർ പറയുന്നത് പൂർണ്ണമായി കേൾക്കുക. മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹം അംഗീകാരം ലഭിക്കുക എന്നതാണ്. നിങ്ങൾ ഒരാൾക്ക് അത് നൽകുമ്പോൾ അവർക്ക് നിങ്ങളോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നും. ഇയാളുടെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് എന്നെക്കുറിച്ച് തന്നെ നല്ലത് തോന്നുന്നു എന്ന് അവർ ചിന്തിക്കും. അതാണ് മാഗ്നറ്റിക് ഓറയുടെ രഹസ്യം. നിങ്ങൾ തിളങ്ങാൻ ശ്രമിക്കുന്നതിന് പകരം മറ്റുള്ളവരെ തിളങ്ങാൻ അനുവദിക്കുക. നമ്മൾ 10 ട്രിക്കുകളിൽ 3 പിന്നിട്ട് കഴിഞ്ഞു. ഇനിയുള്ള പോയിന്റുകൾ ഇതിലും പവർഫുള്ളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും താഴെ യെസ് എന്ന് കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് നൽകുന്ന പ്രചോദനം ചെറുതല്ല. നമുക്ക് ബാക്കി നോക്കാം. കണ്ണുകൾ കള്ളം പറയില്ല എന്ന് കേട്ടിട്ടില്ലേ? നിങ്ങളുടെ ഓറയുടെ 50% ഇരിക്കുന്നത് നിങ്ങളുടെ കണ്ണുകളിലാണ്. സംസാരിക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണുകളിലേക്ക് നോക്കുക. പക്ഷേ തുറിച്ചു നോക്കരുത്. ശാന്തമായി, എന്നാൽ ഉറച്ച നോട്ടം. ഇതിനെ സോഫ്റ്റ് ഫോക്കസ് എന്ന് വിളിക്കാം. നിങ്ങൾ സംസാരിക്കുമ്പോഴും കേൾക്കുമ്പോഴും അവരുടെ കണ്ണുകളിലേക്ക് നോക്കുന്നത് നിങ്ങൾക്ക് അവരിലുള്ള താൽപ്പര്യം വെളിപ്പെടുത്തുന്നു. സംസാരിച്ചു കഴിഞ്ഞ് നോട്ടം മാറ്റുമ്പോഴും പെട്ടെന്ന് വെട്ടിത്തിരിക്കാതെ സാവധാനം നോട്ടം മാറ്റുക. ഇത് നിങ്ങളെ കൂടുതൽ ആഴമുള്ള വ്യക്തിയായി തോന്നിപ്പിക്കും. കണ്ണിന്റെ കോണ്ടാക്ട് നിലനിർത്തുന്നത് ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും. ഇത് വിശ്വാസം വർദ്ധിപ്പിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാജാക്കന്മാരോ വലിയ ലീഡേഴ്സോ ഒരിക്കലും വെപ്രാളപ്പെട്ട് നടക്കില്ല. അവരുടെ ഓരോ ചലനവും വളരെ സാവധാനത്തിലായിരിക്കും. അനാവശ്യമായി തലയാട്ടുന്നത്, കാലുകൾ വിറപ്പിക്കുന്നത്, കൈകൾ കൊണ്ട് അസ്വസ്ഥമായി കളിക്കുന്നത്, ഇതെല്ലാം നിങ്ങളുടെ ഓറയെ തകർക്കും. ഇതിനെ നെർവസ് ടിക്സ് എന്ന് വിളിക്കുന്നു. നിങ്ങളുടെ ചലനങ്ങൾ കുറയ്ക്കുക. നടക്കുമ്പോൾ സാവധാനം നടക്കുക. തല വെറുതെ ആട്ടിക്കൊണ്ടിരിക്കാതെ ആവശ്യമുള്ളപ്പോൾ മാത്രം അനക്കുക. സാവധാനത്തിലുള്ള ചലനങ്ങൾ ഉന്നത സ്ഥാനം എന്നതിന്റെ ലക്ഷണമാണ്. വെപ്രാളം കാണിക്കുന്നത് ഭയത്തെ സൂചിപ്പിക്കുന്നു. നിങ്ങൾ എത്രത്തോളം റിലാക്സ്ഡായി ഇരിക്കുന്നുവോ അത്രത്തോളം ശക്തമായിരിക്കും നിങ്ങളുടെ ഓറ. ചിരി 2 തരത്തിലുണ്ട്. ഒന്ന്,
വായകൊണ്ട് മാത്രമുള്ള ചിരി, 2 കണ്ണുകൾ കൂടി ചേർന്നുള്ള ചിരി. ഇതിൽ രണ്ടാമത്തതാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾ ചിരിക്കുമ്പോൾ അത് നിങ്ങളുടെ കണ്ണുകളിലും പ്രതിഫലിക്കണം. ഇതിനെ ഡുഷൻ സ്മൈൽ എന്ന് പറയും. ഇത് ആത്മാർത്ഥതയുടെ ലക്ഷണമാണ്. ആരെയും ആകർഷിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ആയുധം ഒരു ആത്മാർത്ഥമായ പുഞ്ചിരിയാണ്. എന്നാൽ ഓർക്കുക, എപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കരുത്. അത് നിങ്ങളെ ദുർബലനായി കാണിച്ചേക്കാം. ആദ്യം ഒരാളെ കാണുമ്പോൾ മുഖത്ത് ഒരു ന്യൂട്രൽ ഭാവം സൂക്ഷിക്കുക. അവരെ നോക്കി 1-2 സെക്കൻഡിന് ശേഷം മാത്രം സാവധാനം പുഞ്ചിരിക്കുക. ആ ചിരി അവർക്ക് വേണ്ടി മാത്രമാണെന്ന് അവർക്ക് തോന്നും. നിങ്ങളുടെ മൂഡ് പകർച്ചവ്യാധി പോലെയാണ്. നിങ്ങൾ ദേഷ്യത്തിലാണെങ്കിൽ നിങ്ങളുടെ അടുത്തിരിക്കുന്നവർക്കും അസ്വസ്ഥത തോന്നും. നിങ്ങൾ സന്തോഷത്തിലാണെങ്കിൽ അവരും റിലാക്സ്ഡ് ആകും. ഒരു ശക്തമായ ഓറയുള്ള വ്യക്തി തന്റെ വികാരങ്ങളെ നിയന്ത്രിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് പോസിറ്റീവായി പകർത്തുകയും ചെയ്യും. ഒരു മുറിയിലേക്ക് കയറുന്നതിന് മുൻപ് സ്വയം ചോദിക്കുക, ഞാനിപ്പോൾ എന്ത് എനർജിയാണ് കൊണ്ടുവരുന്നത്? ഇതിനെ ഇമോഷണൽ കണ്ടജിയൻ എന്ന് വിളിക്കുന്നു. മറ്റുള്ളവർക്ക് എന്ത് ഫീൽ ചെയ്യണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾ ആവേശത്തോടെ സംസാരിച്ചാൽ കേൾക്കുന്നവരും ആവേശത്തിലാകും. ശാന്തമായി സംസാരിച്ചാൽ അവരും ശാന്തരാകും. എല്ലാം തുറന്നു പറയുന്ന പുസ്തകം പോലെയാകരുത്. ആളുകൾക്കെപ്പോഴും കൗതുകമുള്ളത് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളോടാണ്. നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ തന്നെ വിളിച്ചു പറയരുത്. കുറച്ച് കാര്യങ്ങൾ മറച്ചുവെക്കുക. ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകുക. എന്നാൽ അനാവശ്യമായ വിശദീകരണങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾ കുറച്ച് സംസാരിക്കുമ്പോൾ ആളുകൾ നിങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങും. ഇയാൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന കൗതുകം അവരിലുണ്ടാക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ഓറ അവരുടെ മനസ്സിൽ പതിഞ്ഞുകഴിഞ്ഞു. ഇത് സൈക്കോളജിയല്ല, പക്ഷെ സൈക്കോളജിയെ സ്വാധീനിക്കുന്ന കാര്യമാണ്. ആളുകൾ നിങ്ങളെ വിലയിരുത്തുന്നത് ആദ്യത്തെ 7 സെക്കൻഡിലാണ്. വൃത്തിയുള്ള വസ്ത്രം, ഒതുക്കിവെച്ച മുടി, നല്ലൊരു പെർഫ്യൂം, സാഫീവ ഇവ നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. നിങ്ങൾ നല്ല രീതിയിൽ ഡ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വയം ഒരു മതിപ്പ് തോന്നും. ആ മതിപ്പ് പുറത്തേക്ക് പ്രസരിക്കും. പ്രത്യേകിച്ച് ഗന്ധം. നല്ലൊരു സുഗന്ധം ഒരാളുടെ ഓർമ്മയിൽ നിങ്ങളെ മായാതെ സൂക്ഷിക്കും. അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ട്രിക്ക്, ബി യുവർസെൽഫ് എന്നത് ഒരു ക്ലീഷയായി തോന്നാം, പക്ഷേ അതിൽ വലിയൊരു സത്യമുണ്ട്. നിങ്ങൾ മറ്റാരെയെങ്കിലും അനുകരിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ഓറ ഫേക്കായി തോന്നും. നിങ്ങളുടെ കുറവുകളെ അംഗീകരിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുക. ആളുകൾക്ക് പെർഫെക്റ്റായവരെയല്ല ഇഷ്ടം, മറിച്ച് റിയലായവരെയാണ്. നിങ്ങൾ നിങ്ങളായിരിക്കാൻ ധൈര്യം കാണിക്കുമ്പോൾ ആ ധൈര്യമാണ് മറ്റുള്ളവരെ ആകർഷിക്കുന്നത്. ഈ 10 കാര്യങ്ങൾ നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചെടുക്കേണ്ടവയല്ല. ഇത് ഓരോന്നായി നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷിച്ചു നോക്കുക. മാറ്റം നിങ്ങൾ തിരിച്ചറിയും. ഓർക്കുക, ഓറ എന്നത് നിങ്ങളുടെ ചുറ്റുമുള്ള ഒരു വെളിച്ചമല്ല, അത് നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസത്തിന്റെ പ്രതിഫലനമാണ്. നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷവും സമാധാനവും നൽകാൻ കഴിയുമ്പോഴാണ് നിങ്ങളുടെ ഓറ യഥാർത്ഥത്തിൽ ശക്തമാകുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വാല്യൂ നൽകിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് അടുത്ത വീഡിയോ ചെയ്യാനുള്ള എന്റെ ഊർജ്ജം. അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി.